ഹായ് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരിക്കൊരു അനുഭവം ഉണ്ടായി, അതൊന്ന് പങ്കുവെക്കാമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ഇന്ന് കാലത്ത്, അതായത് ഇന്ന് ഡേറ്റ് 22/8/2024. അപ്പോൾ എന്താ വിഷയം എന്ന് പറഞ്ഞത്, എനിക്കൊരു കോൾ വന്നു. ഒരു അറബിക്കിലാണ് സംസാരിച്ചത്. അറബിക്ക് എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ സ്റ്റൈലിലുള്ള അറബിക്കിലാണ് സംസാരിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് വിളിക്കുന്നത്, അതിൻ്റെ ഓഫീസിൽ നിന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ, സ്വാഗതം. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ എൻറോളിംഗ് ലോയൽറ്റി ക്ലബ്ബിലെ അംഗമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സമ്മാനം അടിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്ത് സമ്മാനമാണ്? iPhone 15 Pro Max. ഞാൻ പറഞ്ഞു ഓക്കെ, സന്തോഷം. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ താമസിക്കുന്നത് എവിടെ, സാൽമയിലാണോ? ഞാൻ പറഞ്ഞു അതേ, സാൽമയിലാണ് താമസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ന് വൈകിട്ട് സാൽമിയ ലുലുവുമായിട്ട് ബന്ധപ്പെടണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ വൈകിട്ട് ബന്ധപ്പെട്ടോളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങളുടെ നമ്പർ ഒന്ന് എനിക്കൊന്ന് കൺഫേം ചെയ്യണം. ഞാൻ പറഞ്ഞു എൻ്റെ നമ്പർ ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന നമ്പറാണ് എൻ്റെ നമ്പർ. അപ്പോൾ പുള്ളി എൻ്റെ നമ്പർ ഒന്നുകൂടി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഇത് എൻ്റെ നമ്പറാണ്. അത് കഴിഞ്ഞിട്ട് പുള്ളി എന്നോട് പറഞ്ഞു, അപ്പം നിങ്ങളുടെ നമ്പർ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു മെസ്സേജ് വരും. ആ മെസ്സേജിൽ ഒരു 4 അക്ക നമ്പർ ഉണ്ടാവും. ആ നമ്പർ ഒന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, പറയാമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ എനിക്ക് മെസ്സേജ് വന്നു അറബിക്കിൽ, ഒരു OTP നമ്പർ. അപ്പം ഞാൻ നോക്കി. അപ്പോൾ എന്നോട് പറഞ്ഞു വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ട്, ആ നമ്പർ ഒന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, ഞാനിപ്പോൾ ഈ iPhone Pro Max വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ ആ ഫോണ് കട്ടായി. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളോടായിട്ട് പറയാനുള്ളത്, ഇങ്ങനെ പല തട്ടിപ്പും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നിട്ട് ചെക്ക് ചെയ്തപ്പം എനിക്ക് ലുലു ഹൈപ്പറിൻ്റെ എൻറോളിംഗ് ലോയൽറ്റി ക്ലബിൻ്റെ ഒരു മെസ്സേജ് രജിസ്റ്റർ ചെയ്തപ്പം വന്നിരുന്നൊരു ID ഉണ്ട്, അവരുടെ ലുലു ഹൈപ്പർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ID. ആ IDയുടെ അതേ പ്ലാറ്റ്ഫോമിലാണ് എനിക്ക് ഈ OTP വന്നിരിക്കുന്നത്. അപ്പോൾ സാധാരണ ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, ചിലപ്പം ലുലുവിൻ്റെ തന്നെ ആയിരിക്കും എന്ന് കരുതിയിട്ട് ചിലപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ മൊബൈലിൻ്റെ ഡാറ്റ ചിലപ്പം കോപ്പി ആവാം, അതല്ലെങ്കിൽ എൻ്റെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കോപ്പി ആവാം, എന്ത് സംഭവിക്കാം. അങ്ങനെ ഞാൻ ഉടനെ തന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന അവിടുത്തെ ഒരു മാനേജറുണ്ട്, എൻ്റെ സുഹൃത്ത്. അവനൊരു ബ്രാഞ്ച് മാനേജറാണ്. അപ്പം പുള്ളിനെ ഞാൻ വിളിച്ചു കുറേ നാളുകൾക്ക് ശേഷമുള്ള വിളിയായതുകൊണ്ട് അവൻ കുറേ പരിഭവമൊക്കെ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, കരിമേ സമ്മാനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വിളിച്ച് പറയും, അത് ഈ അറബിയിലോ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഒക്കെ വരാം, കുഴപ്പമില്ല. പക്ഷേ ആരും OTP ചോദിക്കില്ല. അതുകൊണ്ട് വളരെ കെയർ ചെയ്യുക. നീ OTP കൊടുക്കാൻ ഞാൻ നന്നായി. അപ്പോൾ അതുപോലെ നിൻ്റെ സൗഹൃദത്തിലുള്ളവരെ കൂടി ഈ കാര്യമൊന്ന് അറിയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ OTP എന്ന് പറയുന്ന ഈ 4 അക്കം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും സൂക്ഷിക്കുക. ചിലപ്പോൾ നമ്മുടെ തിരക്കിനിടയിലൊക്കെ ഇങ്ങനെ കോളൊക്കെ വന്നു കഴിഞ്ഞാൽ അറിയാതെ അങ്ങ് പറഞ്ഞു പോകും, അതുകൂടി ഒന്ന് കരുതിയിരിക്കുക. അങ്ങനെ പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്തോ ഒരു തിരക്കിൽ സൂപ്പർ മാർക്കറ്റിൽ എന്തോ പർച്ചേസിങ്ങിനിടയിൽ ഇങ്ങനെ ഒരു കോൾ വന്നു. പുള്ളി OTP ഒക്കെ പറഞ്ഞു കൊടുത്തു. പെട്ടെന്ന് OTP പറഞ്ഞതിന് ശേഷമാണ് പുള്ളിയുടെ ഭാര്യ അടുത്തെന്ന് പറഞ്ഞു, നിങ്ങൾ ഈ ഭാര്യയ്ക്കാണ് OTP കൊടുത്തത്. പറഞ്ഞു ഇങ്ങനെ ഒരാൾ, നിങ്ങളെന്താ ശ്രദ്ധിച്ചില്ലേ ഇതൊന്നും? ഇല്ലില്ല. അപ്പോൾ തന്നെ പുള്ളി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, പുള്ളിയുടെ ബാങ്കിലൊക്കെ വിളിച്ചിട്ട് കാർഡുകളൊക്കെ ബാൻ ചെയ്തു. അതുകൊണ്ട് വലിയൊരു അപകടത്തിൽ നിന്ന് പുള്ളി രക്ഷപ്പെട്ടു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് തട്ടിപ്പുകൾ പല കോലത്തിലും പല രൂപത്തിലും വരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഒരു അവയർനെസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.